കഥ വന്നത്. അത് പടത്തിൽ തുടക്കത്തിൽ 10 മിനിറ്റ് തനി നാടകം എങ്ങനെ കാണണോ അതേപോലെ തന്നെ നമുക്ക് കാരണം നമ്മള് ലാഗ് തോന്നും. കാരണം അതിന്റെ കഥ പോകുന്ന സ്ലോ ബേസ് ആയിട്ട് പോകുന്ന ഒരു പോക്കാണ്. അപ്പൊ അതിന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് ആദ്യത്തെ 10 മിനിറ്റ് ശരിക്കും നാടകം എങ്ങനെ നമ്മൾ കളിച്ചോ അതേപോലെ. കാരണം ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്, എനിക്കത് റിലേറ്റ് ആയിട്ട് ശരിക്കും കണക്ട് ആയിട്ട് വന്നു. ഏതായാലും പടം എനിക്ക് വൺ ടൈം ആയിട്ട് എനിക്ക് തോന്നിയത് ഏതായാലും കൊള്ളാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊരു നാടകക്കാരുടെ ഫിലിമാണ്, ക്ലാസിക് മൂവിയാണ്. ഇത് ഒരുപാട് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. എന്ത് പറഞ്ഞില്ല ആദ്യ തിയേറ്ററിൽ കാണാതെ പോയിരിക്കുന്നത് ലാഗാൻ സമയം എനിക്ക് പിന്നീട് വളരെ എൻഗേജിങ്. എല്ലാവരും തിയേറ്ററിൽ കാണും. കാരണം ഇന്നത്തെ പടങ്ങൾ അപൂർവമാണ്. വിനയ് ഫോർട്ട് എങ്ങനെയുണ്ട് പടത്തിൽ? വിനയ് ഫോർട്ട് വന്നിട്ട് എല്ലാവരും ഫോം ചെയ്തല്ലോ. കാരണം നായികയാണ് ഏറ്റവും നല്ല ഫോം ചെയ്തത്. അതിന് പേര് പറയില്ല. എല്ലാം കൊണ്ടും ഒരു ക്ലാസിക് മൂവിയാണ്. ഒപ്പം എല്ലാവരും പോയി കാണും. ത്രില്ലായിരുന്നു. എല്ലാവരും എങ്ങനെയുണ്ട് പടത്തില്? ചേച്ചി എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചി പടം എങ്ങനെയുണ്ട്? ഒരു ലാഗും ഇല്ല, ഫുൾ എൻഗേജിംഗ് ആണ്. നല്ലൊരു സിനിമ, ക്ലാസിക് പടമാണ്. അപ്പോൾ ആർട്ട് പടം വന്നാൽ വിനയ് ഫോണിന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? വിനയ് ഫോൺ അതേ സമയം ഹീറോ വന്ന് കിട്ടാം ഡയലോഗ്സാണ് മുഴുവൻ. എന്നാൽ പണ്ട് ഡയലോഗ് പഞ്ചോലി പാടൽ പോലെ ഒരു ക്ലാസിക് ഫിലിമാണ്. ഇത് തെറ്റിദ്ധാരണ വരും ആൾക്കാർ. ആ സിനിമ നമുക്ക് കാണാതിരിക്കുന്നു. മനസ്സിലാവും. ഞാനൊരു ആ സിനിമ വളരെ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ആട്ടും നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ കഴിഞ്ഞ ഇടയ്ക്കുണ്ടെങ്കിൽ മലയാള സിനിമകൾ വെച്ചൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ഒരു മേക്കിംഗ് ആണ്. അതായത് ഒരു സക്സസ് ആയിട്ടുള്ള പടം വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടനം വേണമെങ്കിൽ ഇതിൽ വിനയ് ഫോർട്ട് മാത്രമാണ് ഒരു സ്റ്റാർ വാല്യൂ ഉള്ളത്. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഒരു പടം വിജയിക്കുന്ന മെയിൻ ഘടകമൊന്നുമില്ല, അതിന്റെ സ്റ്റോറി തന്നെയാണ്. ഈ പടത്തിന് സക്സസ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. നല്ല സിനിമ, തിയേറ്ററിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പടത്തെ പിടിച്ചിരുന്നതിന് അവസാനം വരെ പടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പടം സക്സസ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് ഡോൺ മിസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പടമാണ് ആട്ടോ എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. സൂപ്പർ. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് ഞാൻ എടുത്തു പറയണം, ഇതിലൊരു കൂട്ടുകാരുടെ 5-6 പേര് അടുത്തുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ ഇതിലെ നായികയാണ്. എനിക്ക് സറീന്ന് എങ്ങാണ്ടൊരു പുള്ളിക്കാരുടെ പേര് അസാധ്യം പെർഫോമൻസ് ആണ്. എനിക്ക് തിയേറ്റർ ആർട്ടിസ്റ്റാണെന്ന് തോന്നുന്നു. പിന്നെ വിനയ് ഫോർട്ടിന് കൈയ്യടി കൊടുക്കേണ്ടത് ഇതുപോലുള്ള വെറൈറ്റി സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാന്നുള്ളതിനാണ് കൈയ്യടി കൊടുക്കുന്നത്. ഇതിൽ അഭിനയിച്ചേക്കുന്ന ഈ ഫ്രണ്ട്സായിട്ട് അഭിനയിച്ചിരുന്ന എല്ലാവരും അസാധ്യ പെർഫോമൻസ് ആണ്. തിയേറ്ററിൽ ഒന്ന് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അവർ ഇതിൽ പല ആൾക്കാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അവർ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്നതെന്ന് പോലും പറയുന്നത്. എന്നെ തിയേറ്ററിൽ എൻഡിങ് വരെ എൻഗേജ് ചെയ്യാൻ പടത്തിന് സാധിച്ചു എന്നുള്ളതാണ് പടത്തിന് സക്സസ്. ഏത് ജോണറാണ് ഈ പടം? ഇതൊരു ത്രില്ലർ ജോണറാണ്. ഇപ്പൊ നമുക്ക് 12th Man ഒക്കെ കാണുമ്പോഴത്തേക്ക് അതിലൊരു ഗ്യാങ്ങിന്റെ ബേസ്ഡിലാണല്ലോ പോകുന്നത്. അത് സെയിം തന്നെ അതൊരു ഗ്യാങ് ബേസ്ഡിലാണ് പോകുന്നത്. പക്ഷേ സ്റ്റോറി ടോട്ടലി ഡിഫറെന്റ് ആണ്. അതിലൊരു നമുക്കൊരു ഓരോ സെക്കൻഡിലും ഒരു നെക്സ്റ്റ് എന്താണെന്നുള്ള അറിയാൻ ആകാംക്ഷ ഉണ്ട്. അപ്പൊ അതിലുള്ള പടത്തിലുണ്ട്. എല്ലാ തരം പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന പടമാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ഏത് ജോണറുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ പടങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഓരോ സെക്കൻഡിലും പിടിച്ചെടുക്കാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഉള്ള പടമാണ്. നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നു വരുന്നുണ്ട്. അത് ഉറപ്പായിട്ട് പടത്തിലുണ്ട്. നമുക്ക് നിരാശയാക്കില്ല. ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും പടം? എനിക്കൊരു മിനിമം 4 തോന്നിയിട്ടുണ്ട്. 4.5 തോന്നിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ചെറിയ സിനിമയാണ്. അവർ ഓൾറെഡി മൂവ് തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ള പടങ്ങളോട് വിജയിക്കണം. കാരണം സ്റ്റാർ വാല്യൂ നോക്കി മാത്രം സിനിമ ഇറക്കുന്ന ഒരു മലയാള ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ക്രൂവിനെ വെച്ച് ഇറക്കി ഇതിൽ അഭിനയിച്ചിട്ടുള്ള അസാധ്യ പെർഫോമൻസ്, സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ക്യാമറ ഒന്നിനും കുറ്റം പറയാനില്ല. ഇതിനെപ്പോട്ട് ഇനി ഇതുപോലുള്ള സിനിമകൾ ചെയ്യണമെന്ന് പറയാനുണ്ട്. എല്ലാവരും എടുത്തു പറയുന്നത് നായിക
രാധികയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടെന്നാണ്. ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് കിട്ടിയതിന് ശരിക്കും ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ഭാഗ്യമാണോ ചെയ്തിട്ടുള്ളത് എനിക്ക് പോലും അറിയില്ല. ഇതുപോലത്തെ പ്രോജക്റ്റ് ആട്ടത്തില് സെലക്ഷൻ കിട്ടിയപ്പോൾ ഓഡിഷന് വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, വിനയ് ഫോർട്ട് എന്തിനായിരുന്നു ഈ ഓഡിഷൻ പോകുന്നത്? അസാധാരണമായിട്ടല്ലേ നടക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് വേറൊരു പ്രോജക്റ്റ് പോലെ അല്ല, എന്തോ സ്പെഷ്യാലിറ്റി ഇതിലുണ്ട്. അതാണ് എന്നെ ആദ്യം ആകർഷിച്ചത് ആട്ടത്തിലേക്ക്. പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ നരേഷനൊക്കെ കേട്ടപ്പോൾ ഫുൾ ഫ്ലിപ്പായി. ഇത് അടിപൊളി ഒരു സംഭവമാണെന്ന് എനിക്ക് അപ്പോഴേ നല്ല ഹോപ്പുണ്ടായിരുന്നു. അത് 1.5 വർഷം മുന്നെയാണ് ഇതിന്റെ തുടക്കമായത്. പിന്നെ വെരി വെരി ഹാപ്പി. ശരിക്കും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വളരെ സഹായകരമാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും അത് സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ നല്ല സന്തോഷം.